വിഷമായത്. എന്റെ കുഞ്ഞ് വ്രതപ്പൻ നീ എന്നിൽ നിന്ന് അവനെ അവകാശം തട്ടിയെടുക്കാൻ നോക്കുന്നുണ്ട്. അത് ഞാൻ അറിഞ്ഞു. അവന്റെ അമ്മ ഞാനാണ്. എനിക്കിനി ആകെയുള്ളത് അവനാണ്. എനിക്ക് മാനസികമായിട്ട് വളരെ വിഷമാണ് അവനെ എന്നിൽ നിന്ന് അകറ്റാൻ നോക്കുന്നത്. അത് വേറൊന്നുമല്ല. രേണുസുതി നേരത്തെ കിച്ചുവിനെ കാണാനില്ല അല്ലെങ്കിൽ കിച്ചു വരുന്നില്ല എന്ന് പറഞ്ഞിട്ടായിരുന്നു പ്രശ്നം. അത് കഴിഞ്ഞപ്പോ റിതപ്പനെ ആൾക്കാർ തട്ടിയെടുക്കാൻ നോക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് വന്നേക്കുന്നത്. എന്തൊക്കെയാ ശരിക്കും ഇവരുടെ പ്രശ്നം? നിങ്ങളും കിച്ചുവും തമ്മിൽ ഇപ്പൊ പൊരിഞ്ഞ അടിയാ നടക്കുന്നത്. നിങ്ങൾക്ക് ഇത്രയും നാളെ സമയം ഉണ്ടായിരുന്നില്ലേ തല്ലി തീർക്കാനാണെങ്കിലും പറഞ്ഞു തീർക്കാനാണെങ്കിലും? ഈ അവസ്ഥയിൽ തന്നെ ആൾക്കാരെ കൊണ്ട് ഇങ്ങനെ പറയിക്കണോ? ഫേസ്ബുക്കിലാണെങ്കിലും എന്തിലാണെങ്കിലും ഇവരുടെ കമന്റ് ബോക്സ് എടുത്തു കഴിഞ്ഞാൽ നെഗറ്റീവോടെ നെഗറ്റീവാണ്. നിങ്ങൾക്ക് ആൾക്കാരെ കൊണ്ട് ഈ സമയത്തെങ്കിലും നല്ലത് അറിയിച്ചൂടെ? ഞാനൊരു പുതിയ വീഡിയോ ആയിട്ട് വന്നു. കുറച്ച് കാര്യങ്ങളൊന്നും നിങ്ങളെ അറിയിക്കാൻ വേണ്ടി, എന്നെ സ്നേഹിക്കുന്നവരെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. പിന്നെ ടീച്ചർ സുന്ദരിയായിട്ടിരിക്കുന്നല്ലോ ആണ്. എന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഞാൻ തന്നെ വീട്ടൊക്കെ വെച്ച് ഒരു പൊട്ടൊക്കെ തൊട്ട് കമ്മലൊക്കെ ഇട്ട്. കാരണം നമ്മൾ ഇങ്ങനെയാണല്ലോ ജീവിതത്തിൽ നടന്നത്. അപ്പൊ നമുക്ക് പെട്ടെന്ന് മുടിയൊക്കെ പോയി നമ്മൾ പൊട്ടൊക്കെ തൊടാതെ കണ്ണെന്ന് എഴുതാതിരിക്കാൻ നമുക്ക് മാനസികമായിട്ട് ഒരുപാട് വിഷമാവും. അപ്പം നമ്മൾ എങ്ങനെയാണോ ഇപ്പം നമ്മുടെ കുടുംബത്തിൽ ക്യാൻസർ രോഗിയുണ്ടെങ്കിൽ അവരെ എത്രത്തോളം നമ്മൾ സന്തോഷിക്കുക അത്രത്തോളം നമ്മൾ സന്തോഷിക്കണമെന്നാണ് ഞാൻ കേട്ടത്. എന്നെ പോലെ സന്തോഷം ഉണ്ടാവണമെന്ന് ആ വ്യക്തി കൂടെ വിചാരിക്കണം. കുടുംബക്കാരോ നാട്ടുകാരോ മാത്രം വിചാരിച്ചിട്ട് കാര്യമില്ല. ആർക്കാണോ അസുഖം ബാധിച്ചിരിക്കുന്നത് ആ വ്യക്തി കൂടെ വിചാരിക്കണം. പ്രശ്നമൊക്കെ ഉള്ളതുകൊണ്ടാണ് ഞാൻ പറഞ്ഞില്ല, കീമോ തുടങ്ങിക്കഴിഞ്ഞാൽ കുറച്ച് ദിവസത്തേക്ക് എനിക്ക് വയ്യാണ്ടാവും. അന്ന് ഞാൻ കിടന്നുകൊണ്ടാണ് ആ ICU പോകുന്നതിന് തലേന്ന് ഒരു വീഡിയോ ഇട്ടു. അതെടുത്തിട്ട് പിറ്റേന്ന് ഞാൻ എഴുന്നേറ്റപ്പോൾ അതിനും കിട്ടും. അപ്പൊ ഞാൻ എഴുന്നേക്കാൻ പാടില്ല, ഞാൻ എപ്പോഴും കിടന്നെങ്കിൽ ഞാൻ ഡെഡ് ബോഡി ആകണമെന്ന് ആഗ്രഹിക്കുന്ന കുറച്ച് പേരുണ്ടെന്ന് ഇപ്പൊ മനസ്സിലായി. കാരണം എന്ത് വീഡിയോ ഇട്ടാലും അല്ല അവൾ ക്യാൻസർ രോഗിയല്ലേ, അവർക്ക് സന്തോഷിക്കട്ടെ എന്നല്ല പറയുന്നത്, അവൾ എന്താണ് മരിക്കാത്തതെന്നാണ് ഓർത്തിരിക്കുന്നത്. അപ്പൊ അത് ആരുടെ കയ്യിലിരിപ്പ് കൊണ്ടാണെന്ന് സ്വയം ഒന്ന് ചിന്തിക്കുന്നത് നല്ലതായിരിക്കും. ആൾക്ക് ക്യാൻസർ ആണ് എന്ന് അറിഞ്ഞിട്ട് പോലും ആൾക്കാർക്ക് ദയയും സ്നേഹവും ഇല്ലെങ്കിൽ അത് ആരുടെ കയ്യിലിരിപ്പാണെന്ന് ആലോചിക്കണം. ഞാൻ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ വന്നത്, ഞാനൊരു നീക്കമായിരുന്നു. അത് ആരുടെയാണോ പേരൊന്നും ഞാൻ പറയുന്നില്ല. ആ നീക്കം എന്നെ വളരെയധികം ദുഃഖത്തിലായിരുന്നു. കാരണം എനിക്ക് 10ാം തീയതി കീമോയാണ്. മനസ്സ് എത്രത്തോളം സന്തോഷിക്കാവോ അത്രത്തോളം സന്തോഷിക്കാം. എനിക്കിനി എന്താണ് സന്തോഷിക്കാനുള്ളതെന്ന് വെച്ചാൽ, നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ സാധാരണ ഒരു ക്യാൻസർ അല്ല. ക്യാൻസർ ആണെങ്കിൽ പോലും അതില് കുറച്ച് ഡിഫിക്കൽട്ട് ആണ് എനിക്ക്. അത് എനിക്കും അറിയാൻ വീട്ടുകാർക്ക് പറയുന്നത്. ഈ പറയുന്നത് കള്ളത്തരം. എന്തിനാണ് ഞാൻ ഈ കള്ളത്തിൽ ഈ കിഡ്ലൈൻ ഏതായാലും വിവരമുള്ളവർക്കായിട്ട് ഹാർട്ടിൽ കിടക്കുന്ന സാധനമാണ്. അതിന്റെ കത്തീറ്റർ ഹാർട്ടിൽ കിടക്കുന്നതാണ്. സോ ഇത് വെറുതെ എന്തായാലും ഒരു ഡോക്ടേഴ്സും കുട്ടിയെടുത്തില്ല. സോ ഉള്ളതുകൊണ്ടാണ് നമ്മൾ കള്ളം ചെയ്യുന്നില്ല, കള്ളം പറയുന്നില്ല. ഒരു അസുഖത്തെ വെച്ചാൽ ഇത്രയും വലിയൊരു മാരക അസുഖത്തെ വെച്ച് നമ്മൾ കള്ളം പറയില്ല. അപ്പൊ സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര വിഷമായത്. എന്റെ കുഞ്ഞ് വ്രതപ്പൻ നീ എന്നിൽ നിന്ന് അവനെ അവകാശം തട്ടിയെടുക്കാൻ നോക്കുന്നുണ്ട്. അത് ഞാൻ അറിഞ്ഞു. അവന്റെ അമ്മ ഞാനാണ്. എനിക്കിനി ആകെയുള്ളത് അവനാണ്. എനിക്ക് മാനസികമായിട്ട് വളരെ വിഷമാണ് അവനെ എന്നിൽ നിന്ന് അകറ്റാൻ നോക്കുന്നത്. അത് വേറൊന്നുമല്ല, ഞാൻ ക്യാൻസർ പേഷ്യന്റ് ആണല്ലോ. അപ്പം ഞാൻ മരിക്കും എന്ന് വിധി എഴുതുന്ന കുറച്ച് പേര് എനിക്ക് ചുറ്റുമുണ്ട്. അവരുമായിട്ട് കൂടിച്ചേർന്നാണ് നീക്കങ്ങൾ. അത് ഞാൻ ഇന്ന് രാവിലെയാണ് എന്നെ വളരെയധികം വിഷമിച്ചു. ഞാൻ കരയില്ല, കാരണം എന്നെ പോലെ ക്യാൻസർ പേഷ്യൻസ് കുറെ പേരുണ്ട്. ഞാൻ കരഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വിഷമമാകും. എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് നല്ല ആളുകളുണ്ട്, അവർക്ക് വിഷമമാകും. ഈ കീമോ കഴിഞ്ഞ് വന്നിട്ട് ബെഡിൽ കിടന്നിട്ട് കുറെ കാര്യങ്ങൾ നിങ്ങൾ എടുത്തിട്ട് പോസ്റ്റ് ചെയ്തില്ലായിരുന്നോ? ആ സമയത്ത് നിങ്ങൾക്ക് ഒന്നും തോന്നിയില്ല? നിങ്ങളെ പോലെ വേറെയും ക്യാൻസർ പേഷ്യൻസ് ഉണ്ട്, അവർക്ക് പേടിയാവും. അവരിതിനെ സീരിയസ് ആയിട്ട് എടുക്കുന്ന സമയത്ത് അവർക്ക് അത് വേറെ രീതിയിൽ അത് ബാധിക്കും. അവരുടെ മൈൻഡ് വേറെ ഇതിലോട്ടെങ്കിലും പോകുന്നുണ്ടായിരുന്നില്ല? നിങ്ങൾ കരയുമ്പോ മാത്രം അവര് കരയും എന്ന് മാത്രമേ നിങ്ങൾക്ക് അറിയത്തുള്ളൂ, വേറൊന്നും നിങ്ങൾക്ക് അറിയത്തില്ല. ഈ കീമോ എടുത്ത് തുടങ്ങാത്ത ആൾക്കാരുടെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ചായിരുന്നോ? ആ ബെഡിൽ കിടന്ന് അത് ഓരോന്ന് കാണിച്ച് അതെടുത്ത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുമ്പോ അവർക്ക് എത്രമാത്രം പേടിയായി കാണും. അച്ഛൻ മരിച്ചു. അപ്പൊ അവകാശം ഞങ്ങൾക്ക് വേണമെന്ന് ഒരു കൂട്ടര് ഞാൻ ഇന്നത് അറിഞ്ഞു. എന്നിൽ നിന്ന് അകറ്റിക്കൊണ്ട് പോകാം. ഞാൻ ആരാണെന്ന് എന്താണെന്ന് ഒന്നും പറയുന്നില്ല. ആരെയും കുറ്റപ്പെടുത്താൻ എന്റെ രീതിയിലും. എനിക്ക് ആകെയുള്ള എന്റെ കുഞ്ഞാണ്. അവരെയും കൂടെ എന്നിൽ നിന്ന് അകറ്റിക്കഴിഞ്ഞാൽ ഞാൻ പിന്നെ ഇല്ല. ഞാൻ എത്രത്തോളം വിഷമിച്ചാണ് ഈ വീഡിയോ എടുക്കുന്നതെന്ന് നിങ്ങൾക്ക് ആർക്കും അറിയില്ല. ഞാൻ പൊട്ടു തൊട്ടു ഇതൊക്കെ വെച്ചോണ്ട് നിങ്ങൾക്ക് അത് അതിന്റെ ഫീലിങ്സ് മനസ്സിലാക്കില്ല. എനിക്ക്
എംപതി അല്ലെങ്കിൽ സിമ്പതി അതിനല്ല ഞാൻ ഈ വീഡിയോ എടുത്തത്. കിച്ചുവിനെ ഉദ്ദേശിച്ചിട്ടാണ് ഈ ഒരു വീഡിയോ ഇവര് പോസ്റ്റ് ചെയ്തേക്കുന്നത്. എന്തോന്ന് ഇത് വെറുതെ വന്നിട്ട് തട്ടിക്കൊണ്ടുപോകാൻ വേണ്ടിട്ട്. നിങ്ങൾക്കുള്ള അവകാശം കിച്ചുവിനും ഉണ്ട്. കാരണം കിച്ചുവിന്റെ അച്ഛന്റെ മകനാണ് ഋതപ്പൻ എന്ന് പറയുന്നത്. കോടതി പോയി കഴിഞ്ഞാലും കോടതി പറയാൻ പോകുന്നത് രണ്ടിടത്ത് നിൽക്കണം, അല്ലെങ്കിൽ ഋതപ്പൻ എവിടെ നിന്നാലാണ് അവന്റെ ഭാവി സുരക്ഷിതമാവാൻ പോകുന്നത് അവിടെ നിൽക്കണം എന്നായിരിക്കും. അല്ലാണ്ട് നിങ്ങളിപ്പോ വന്നിട്ട് എന്റെ ഋതപ്പനെ ഞാൻ ആർക്കും കൊടുക്കൂല, ഞാൻ എന്റെ വീട്ടുകാർക്ക് മാത്രമേ കൊടുക്കൂ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതൊന്നും കോടതി കേൾക്കാൻ പോകുന്നില്ല. സ്നേഹമുള്ളവർ ഒരുപാട് പേരെന്നെ സ്നേഹിക്കുന്ന എനിക്ക് ഒരുപാട് സന്തോഷമാണ്. എന്റെ കുഞ്ഞിനെ എനിക്ക് ഇനിയിപ്പം ഈ ക്യാൻസറിന്റെ വിഷയം ഇനിയിപ്പം മുന്നോട്ട് 5 കീമോ ഉണ്ട്, അതിൽ കൂടുതൽ അതിലുപരി 2 lakhs മെഡിസിൻ, ഓരോ കീമോയ്ക്കും 2 lakhs മെഡിസിൻ വെച്ച് എനിക്ക് എടുക്കുന്നുണ്ട് ശരീരത്തിൽ. സോ എങ്കിൽ മാത്രമേ ഞാൻ തിരിച്ചു വരത്തുള്ളൂ എന്നാണ് അതുകൊണ്ടാണ് ഡോക്ടേഴ്സ് അങ്ങനെയാണ് പറയുന്നത്. നമ്മൾ എല്ലാവരും എനിക്ക് ധൈര്യം തരുന്നുണ്ട്, പക്ഷെ എങ്കിലും ഞാൻ അറിഞ്ഞായിരുന്നു ഈ 2 ലക്ഷത്തിന്റെ മരുന്ന്, ഇതിനെ കുറിച്ചും ഇപ്പൊ കുറേ വിവാദങ്ങൾ എവിടേക്കോ നടക്കുന്നുണ്ട്. ആർസിസിൽ 2 ലക്ഷത്തിന്റെ മരുന്ന് വരത്തില്ല, ഈ മരുന്നൊക്കെ കുറെ റിഡക്ഷൻ ഒക്കെ കഴിഞ്ഞിട്ട്, അതായത് ഡിസ്കൗണ്ട് അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഈ ആൾക്കാരുടെ കയ്യിലെത്തുന്നത്. അങ്ങനെ കുറെ ടോപ്പിക് ഈ ഒരു സന്ദർഭത്തെ കുറിച്ച് വരുന്നുണ്ട്. ദൈവം എനിക്കൊന്നും വരുത്താതിരിക്കട്ടെ. അഥവാ ഇനി എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഈ പബ്ലിക്കിന്റെ മുന്നിൽ ഞാൻ വന്ന് പറയാം, എന്റെ കുഞ്ഞിനെ ഞാൻ എന്റെ പപ്പ തങ്കച്ചൻ പി ജി, അതായത് ഋതുൽദാസ് തങ്കച്ചൻ പി ജി, അല്ലെങ്കിൽ കുഞ്ഞിനമ്മ തങ്കച്ചനോ, അല്ലെങ്കിൽ എന്റെ ചേച്ചി രമ്യ ലിബുനെയോ അല്ലെങ്കിൽ ലിബു എന്റെ ചേട്ടാ, ഇവരെ 4 പേരെ അല്ലാതെ വേറെ ആരെയും എനിക്ക് ആരും വിശ്വസിക്കില്ല. എന്റെ കുഞ്ഞിനെ ഋതുൽദാസിനെ ഞാൻ ഈ 4 പേരെ മാത്രമേ, എനിക്ക് എന്തെങ്കിലും ക്യാൻസർ വന്ന് എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഈ 4 പേരായിരുന്നു എന്റെ കുഞ്ഞിനെ നോക്കുന്നത്. ഞാൻ അവരെ ഏൽപ്പിക്കുകയാണ്, പബ്ലിക്കിന്റെ മുന്നിൽ ഞാൻ പറയാണ്, എന്റെ കുഞ്ഞിനെ അവർ 4 പേരല്ലാതെ വേറെ ആർക്കും ഞാൻ കൊടുക്കത്തില്ല. അതിനുള്ള നിയമപരമായിട്ട് എന്തായാലും മുന്നോട്ട് തന്നെ ഞാൻ പോകും. എന്റെ കുഞ്ഞിനെ തട്ടിയെടുക്കാൻ നോക്കിയാൽ ഞാനത് ചെയ്യും. ഈ 4 പേരെ എന്നെ പൊന്നുപോലെ നോക്കുന്നില്ല, എന്റെ കുഞ്ഞിനെ അവർ നോക്കും. എന്റെ കണ്ണു മുന്നിൽ തന്നെ എന്റെ കുഞ്ഞാണ് പോയി എന്റെ മരണം വരെ. അപ്പം ഇതൊന്ന് അറിയിക്കാൻ വേണ്ടി, ആ നീക്കം ഞാൻ അറിഞ്ഞു, അതൊന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പബ്ലിക്കിനെ മുന്നിൽ വന്നത്. എന്താണെന്നോ അവരുടെ പേരൊന്നും ഞാൻ പറഞ്ഞില്ല, എന്താണെന്നും ഞാൻ പറഞ്ഞില്ല. പക്ഷെ അത് അറിയുന്നവർക്കും അറിയാം, എനിക്കും അറിയാം, ഞാൻ അറിഞ്ഞ വിഷയമാണ് എന്റെ കുഞ്ഞിനെ തട്ടിയെടുക്കാൻ നോക്കുന്നത്. ഇപ്പം ഇങ്ങനെ ഒരു കാര്യം രേണുസുതി ഇതായിട്ട് എഴുതി കൊടുത്ത് കോടതിയിൽ പോയി, കോടതിക്ക് രേണുസുതി പറഞ്ഞതല്ലേ അതുകൊണ്ട് അങ്ങ് കൊടുത്തര് എന്നൊന്നും പറയത്തില്ല. കോടതി നോക്കുന്ന ചില കാര്യങ്ങളുണ്ട്. രേണു കുഞ്ഞ് എവിടെയാണ് സുരക്ഷിതമായിട്ടിരിക്കുന്നത്, കുഞ്ഞിന്റെ ഭാവി എവിടെയാണ് സുരക്ഷിതം, അങ്ങനെ കുറെ കാര്യങ്ങൾ കോടതി നോക്കും. എന്നിട്ടേ കോടതി ഈ ഒരു കാര്യത്തിൽ തീരുമാനം എടുക്കൂ. അല്ലാണ്ട് ഒരാളുടെ ഇപ്പൊ എന്തേലൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ അതൊരു മരണമൊഴിയായിട്ട് എടുത്തിട്ട് കോടതി ഇന്ന പോലെ വിട്ടേര് എന്ന് പറയത്തില്ല. കോടതി നോക്കുന്നത് ആ കുഞ്ഞ് എവിടെയാണ് സുരക്ഷിതത്വം, അല്ലെങ്കിൽ ആ കുഞ്ഞിന് എവിടെയാണ് സേഫ്റ്റി, ആ കുഞ്ഞിന്റെ ഭാവി എവിടെയാണ് സേഫ് ആയിട്ടിരിക്കുന്നത് എന്നൊക്കെയാണ്. അത് ആദ്യം മനസ്സിലാക്കുക. ചുമ്മാ വന്നിട്ട് ഇങ്ങനെ ഓരോന്ന് കാണിച്ച് പ്രഹസനം കാണിക്കരുത്. ഈ പ്രഹസനം കാണിക്കുന്നതനുസരിച്ച് നെഗറ്റീവും വെറുപ്പും വരുന്നല്ലാണ്ട് ഒരാൾക്കും സ്നേഹവും ദയൊന്നും തോന്നാൻ പോകുന്നില്ല. അത് ആദ്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൊള്ളാം. ശരി എന്നാ.